ഇറാനുമായി വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. ഇറാനുമായി വ്യാപാരം ചെയ്യുന്ന ഏതൊരു രാജ്യവും അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ 25% തീരുവ നൽകേണ്ടി വരും. ഈ തീരുവ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനുമായി ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഇറാഖും UAE-യുമാണ്. അതിന് പിന്നാലെയുള്ളത് റഷ്യ, ചൈന, ബ്രസീൽ, തുർക്കി എന്നീ രാജ്യങ്ങളാണ്. ഇന്ത്യക്കും ഈ നീക്കം തിരിച്ചടിയാകും. ഉപരോധങ്ങൾ ഉള്ളതിനാൽ ഇറാനിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ എണ്ണ ഇതര ഉഭയകക്ഷി വ്യാപാരം ശക്തവുമാണ്. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ഇപ്പോൾ ഇന്ത്യ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നീക്കം ഇന്ത്യയെ കാര്യമായി ബാധിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇറാനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് അമേരിക്ക. ഇറാൻ ആണവ സൈനിക പരിപാടികൾ അവസാനിപ്പിക്കണം എന്ന അമേരിക്കയുടെ ആവശ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ കൂടുതൽ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് അടുത്തിടെ ഭീഷണി മുഴക്കിയിരുന്നു. ഇറാൻ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ തകർക്കേണ്ടി വരും. നമ്മൾ അവരെ തകർക്കും, പൂർണ്ണമായും നിഷ്കരുണം തകർക്കും. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. കഴിഞ്ഞ ജൂണിൽ അമേരിക്ക 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരുന്നു. ഇറാനെതിരായ വ്യോമാക്രമണം ഇപ്പോഴും ഞങ്ങളുടെ പരിഗണനയിൽ ഉണ്ടെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലൈൻ ലെവിറ്റ് തിങ്കളാഴ്ച പറഞ്ഞത്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരായ അടിച്ചമർത്തലും മറ്റ് ഏതൊരു ആക്രമണവും അമേരിക്കൻ വ്യോമാക്രമണത്തിന് കാരണമാകുമെന്ന് ട്രംപും ഭീഷണി മുഴക്കിയിരുന്നു. സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്നവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഇറാനെങ്കിൽ അത് അവർ പതിവാക്കുന്നു എങ്കിൽ അമേരിക്ക അവരെ രക്ഷിക്കാനായി എത്തും. ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 25% തീരുവ എന്നത് ഈ വർഷത്തെ ട്രംപിന്റെ ആദ്യത്തെ താരിഫ് മുന്നറിയിപ്പാണ്. ഇന്ത്യ, ചൈന, UAE, തുർക്കി എന്നീ രാജ്യങ്ങളെയായിരിക്കും ഈ പ്രഖ്യാപനം പ്രധാനമായും ബാധിക്കുക. നിലവിൽ റഷ്യൻ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ 25% പിഴച്ചുങ്കം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20% തീരുവയും 25% പിഴച്ചുങ്കവും ചേർത്ത് നിലവിൽ 50% തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ പ്രഖ്യാപനം വീണ്ടും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ ഉഭയകക്ഷി വ്യാപാരം നിലവിലുണ്ട്. 1950-ൽ ഒപ്പുവെച്ച ഇന്ത്യ-ഇറാൻ സൗഹൃദ കരാറിന്റെ 75-ാം വാർഷികമാണ് നിലവിൽ നടക്കുന്നത്. ഇറാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സ്, കെമിക്കലുകൾ തുടങ്ങിയവ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമ്പോൾ തിരികെ ബസ്മതി അരി, തേയില, പഞ്ചസാര, മരുന്നുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, ചണം തുടങ്ങിയവ കയറ്റി അയക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ ഇന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. ഓഗസ്റ്റിൽ അമേരിക്ക 50% തീരുവ ചുമത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ചർച്ചകളാണ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്നത്. രാജ്യത്തിന്റെ താൽപ്പര്യം സംരക്ഷിച്ച് മാത്രമേ ഈ കരാർ ഒപ്പുവെക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യയുള്ളത്. യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും അത് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും US പ്രതിനിധിയും പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യയോളം പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമില്ലെന്ന് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോർ പറഞ്ഞിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉന്നത തലത്തിലുള്ള സൗഹൃദത്താലും പരസ്പരം പങ്കിടുന്ന താൽപ്പര്യങ്ങളാലും കൂടുതൽ ദൃഢമാവുകയാണെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ഇപ്പോഴത്തെ വാണിജ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും അടുത്ത വർഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയും അദ്ദേഹം സൂചിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.